സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യെശയ്യാവിന്റെ പുസ്തകം 25-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിനു നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിലൊരു തണലും ആയിരിക്കുന്നു. നീ എളിയവന് ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടതയിൽ തണലുമായിരിക്കുന്നു. ഭീകരന്മാരുടെ ചീറ്റൽ, ഗർവികളുടെ ചീറ്റൽ, അഹംഭാവികളുടെ ചീറ്റൽ, ബലവാന്മാരുടെ ചീറ്റൽ എന്നവർ ഗർജിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നവർ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലേ? എന്നവർ കോപിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ് കാളയെപ്പോലെ മുക്രയിടും. ചിലപ്പോൾ അവർ ചീറ്റുവാനിടയാകും, ബഹളമുണ്ടാക്കാനിടയാകും, നമ്മെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കും, നമ്മളെ വിറപ്പിക്കാൻ നോക്കും. അങ്ങനെയുള്ള വ്യക്തികളെയും അങ്ങനെയുള്ള അവസ്ഥകളെയും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കൈയുയർത്തുക. ഞങ്ങളെ ആരും ഭയപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതുവരെയും എവിടെ വെച്ചും ഒരു വിഷയത്തിലും ഭയപ്പെട്ടിട്ടില്ലേ? എങ്കിൽ പിന്നെ കരമുയർത്തുക. ഭീകരന്മാരുടെ ചീറ്റൽ എന്ന് പറയുമ്പോൾ അത് ബൈബിൾ ഭാഷ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാകില്ല. സാധാരണ ഭാഷയിൽ പറയണം. നിങ്ങൾ ഭയന്നിട്ടുണ്ടോ? നന്ദി. കരം താഴ്ത്തുക. പേടിക്കുന്ന സമയത്ത് അമ്മയുടെ അടുക്കലേക്ക് ഓടിപ്പോകുമല്ലേ? ഭയപ്പെടുന്ന സമയത്ത് ആരെങ്കിലും കൂട്ടുകാർ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നാം പെട്ടെന്ന് അവരുടെ കരം പിടിക്കാനിടയാകും. ഒറ്റയ്ക്ക് നീ ആയിരിക്കുന്ന സമയത്ത് ഭയപ്പെടുകയാണ് എങ്കിൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ യേശുവിൻ്റെ കാര്യം ഓർക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. ഭീകരന്മാരുടെ ചീറ്റൽ, ഭയങ്കരന്മാരുടെ ശബ്ദം, മതിലിന്റെ നേരെ അടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ. നമുക്കറിയാം, കൊടുങ്കാറ്റടിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതായ കാര്യമാണ്. കൊടുങ്കാറ്റുകൾ അടിക്കുവാനിടയാകും. ഇത്ര കിലോമീറ്റർ വേഗത്തിൽ കൊടുങ്കാറ്റടിക്കാൻ ചാൻസ് ഉണ്ട്, വലിയ മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള കൊടുങ്കാറ്റുകളെ കണ്ടിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ കരമുയർത്തുക. നോക്കട്ടെ. ഇവിടെ സമുദ്രതീരത്തുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അതുകൊണ്ടാണ്. ശരി, അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അങ്ങനെ പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്കാണല്ലോ നമ്മുടെ ചർച്ചിൻ്റെയും ഷീറ്റുകളൊക്കെ പറന്നു പോകുവാനിടയായത്. ആ സമയത്തുള്ള പരിസ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. വളരെ വേഗത്തിൽ കൊടുങ്കാറ്റ് വീശി അടിക്കുമ്പോൾ ആ കാറ്റിൻ്റെ വലിയ ശക്തി കൊണ്ട് മണ്ണിനിടയിൽ ആഴ്ന്നിറങ്ങിയതായ വേരുകളുള്ളതായ വലിയ വൃക്ഷങ്ങൾ പോലും കടപുഴകി വീഴുന്നത് കാണാം. കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തി നിർത്തിയിരിക്കുന്ന ഇലക്ട്രിക് തൂണുകൾ പോലും മറിഞ്ഞു വീഴുന്നത് കാണാം. നല്ല ബലമായിട്ട് കെട്ടിപ്പൊക്കിയതായ വലിയ വലിയ ബിൽഡിങ്ങുകൾ പോലും മറിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പഴയ മതിലാണെങ്കിൽ, പഴയ ബിൽഡിങ്ങുകളാണെങ്കിൽ, നമുക്കറിയാം മുംബൈ പോലുള്ള പ്രദേശങ്ങളിൽ പഴയ പഴയ ബിൽഡിങ്ങുകൾ അപ്പോൾ തകർന്നു വീണുകൊണ്ടേയിരിക്കുന്നത് കാണാം. കൊടുങ്കാറ്റ് വീശിയ മതിലുകളിൽ അടിക്കുന്ന സമയത്ത് വർഷങ്ങൾ പഴക്കമുള്ളതായ ആ ചുമരുകൾ, ബലം ക്ഷയിച്ചു പോയതായ ആ വീടുകളും ആ ചുമരുകളെല്ലാം പടപട എന്ന് മറിഞ്ഞ് വീണു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള അപകടമുണ്ടാകുന്ന സമയത്ത്, അങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കും, അവിടെ നിന്ന് ഓടിപ്പോകുവാൻ വേണ്ടി ശ്രമിക്കും, അവിടെ മറയുവാൻ ശ്രമിക്കും. അങ്ങനെയുള്ളതായ അവസ്ഥയിൽ കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നതായ സമയത്ത് എവിടേക്കും പോകുവാൻ നമുക്ക് കഴിയില്ല. അയൽ വീട്ടിൽ ചെന്നാൽ അവിടെയും അതേ സ്ഥിതി ആയിരിക്കുന്നത് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾ റോഡിൽ കൂടി ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും. അല്ലെങ്കിൽ സർക്കാരുകൾ അനുവദിച്ചു കൊടുത്തതായ ഇടങ്ങളിൽ ആളുകൾ പോയി പാർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ കൂടി പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാം സുഖമായിരിക്കുന്നു എന്ന സമയത്ത്, എല്ലാം സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകസ്മികമായി ഉണ്ടായ ഒരു അപകടത്തിൽ, ഒരു ദുരന്തത്തിൽ ആ വീട്ടിലെ വ്യക്തി മരിച്ചു എന്ന് അറിയുമ്പോൾ ആ വീട്ടുകാരുടെ ഹൃദയം എത്ര വേദനിക്കും. ഒരു ഭയങ്കരമായ അപകടം സംഭവിച്ചു, ഒരു ദുരന്തം സംഭവിച്ചു എന്നറിയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ ഹൃദയം എത്രത്തോളം തകരും, എത്രത്തോളം ഭയപ്പെടും. ചില സമയത്ത് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കൂടെ കൂട്ടിയ ആളുകൾ നമുക്കെതിരായി തിരിയുമ്പോൾ, നമുക്ക് അന്യായം പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ഒപ്പുകളൊക്കെ വാങ്ങിയിട്ട്, കഴിഞ്ഞ ദിവസം വിജയവാഡയിൽ ഒരു വ്യക്തി വരാനിടയായി. എല്ലാം കഴിഞ്ഞുപോയി, എല്ലാം കൈവിട്ടുപോയി. 7 ലോറികൾ വാങ്ങിച്ചിരുന്നു,
അപ്പോഴെല്ലാം പോയി. എന്താണ് സംഭവിച്ചു? 7 ലോറികൾ വാങ്ങി ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അത് സമ്പാദിച്ചെടുത്തു. എന്നാൽ ഇപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചോ? അങ്ങനെയൊന്നും സംഭവിച്ചില്ല. രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്തതായ പേപ്പർ വാങ്ങുന്നതിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് ലോറി വാങ്ങിപ്പിച്ചതായ എൻ്റെ കൂട്ടുകാരൻ, പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവൻ്റെ പേരിൽ എഴുതിപ്പിച്ചുകൊണ്ട് ഞാൻ അവന് ലോറി കൊടുത്തതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാതെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എല്ലാം അവൻ്റെ പേരിൽ എഴുതിയെടുക്കാനിടയായി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരിക്കലും ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയല്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കാനിടയായി എന്ന് പറഞ്ഞു. വിശ്വസിച്ചവർ വഞ്ചിക്കുകയാണെങ്കിൽ, പ്രേമിക്കുന്നുവെന്ന് പറഞ്ഞ് എന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിച്ചു. കല്യാണം കഴിച്ച അന്നു മുതൽ വീട്ടിൽ വഴക്കാണ്. 2 കുട്ടികൾ ജനിച്ചു. ഇപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും ഉപേക്ഷിച്ചിട്ട് ബാങ്കിൻ്റെ ബുക്സും പേപ്പറുകളും എൻ്റെ സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് എവിടേക്കോ ഓടിപ്പോയിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് പറഞ്ഞൊരു സ്ത്രീ കരയുന്നു. ചിലവിന് കൊടുക്കേണ്ടതായ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അവസ്ഥയിൽ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായ സമയം ഒരുപാട് ദുഃഖമുണ്ടാകും. അങ്ങനെയുള്ള ദുരന്തം നിങ്ങൾക്കുണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള ദുരന്തം നിങ്ങൾക്കുണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കാവലുണ്ടെന്നാണ് അർത്ഥം. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇപ്പോഴുവരെയും നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. അന്ത്യത്തോളം നമുക്ക് സുഖമായിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ സഹായമാണ്. മനുഷ്യർ ആരും നിന്നെ സഹായിക്കാതെ ഇരിക്കുമ്പോൾ, യോസെഫ് ആ വീട്ടിലെ ഓമന മകനായിരുന്നു. ഏത് യോസെഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? ബൈബിളിലുള്ളതായ യോസെഫിനെ കുറിച്ച്. തൻ്റെ വീട്ടിൽ തൻ്റെ പിതാവിന് ഓമന മകനാണ്. റാഹേലിന് മക്കൾ ഉണ്ടാകാതെ ഇരുന്ന് ഉണ്ടായ വ്യക്തിയാണ്. റാഹേൽ അഴകുള്ളവളായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കർത്താവിനോട് പോരാടി പ്രാർത്ഥിച്ചു വാങ്ങിയതാണ്. അങ്ങനെ ദൈവം കൊടുത്തതായ മകനാണ് യോസെഫ്. താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ ഭാര്യയ്ക്ക് ജനിച്ചതായ മകൻ, ദൈവം നൽകിയതായ മകൻ. 10 മക്കൾ ജനിച്ചതിന് ശേഷമാണ് ഇവൻ ജനിക്കുന്നത്. അപ്പോൾ എത്ര വയസ്സുണ്ടായിരിക്കാം അറിയില്ല. അതുകൊണ്ട് യോസെഫിനെ ഒരുപാട് സ്നേഹിക്കാനിടയായി. യോസെഫിന് ശ്രേഷ്ഠമായ ഒരു നിലയെങ്കി തയ്പ്പിച്ചുണ്ടാക്കി കൊടുത്തു. ആ യോസെഫിലും പ്രാർത്ഥനയിൽ കൂടി ജനിച്ച മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കും. ചില ആളുകൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ദൈവത്തോട് പ്രാർത്ഥിച്ച് കിട്ടിയതായ, പ്രാർത്ഥനയിൽ പോരാടി ലഭിച്ചതായ മക്കൾ എല്ലാവരും തന്നെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലെല്ലാം ഞാൻ കാണുന്നതായ കാര്യമാണത്. ദൈവം ഏതെങ്കിലും വിഷയം താമസിപ്പിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠകരമായത് നൽകുവാനിടയാം. ഹന്നയ്ക്ക് മക്കൾ ഇല്ലായിരുന്നു. ദൈവസന്നിധിയിൽ അവൾ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയിൽ കൂടി ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞ് ആരാണ്? ശമൂവേൽ ആരായി? വലുതായപ്പോൾ ഒരു പ്രവാചകനായിട്ട് മാറി. അവൻ പറഞ്ഞതൊന്നും നടക്കാതിരുന്നില്ല. അത്രത്തോളം ദൈവത്താൽ മാനിക്കപ്പെടുവാനിടയായി. അതുപോലെ റാഹേലിൽ നിന്ന് ജനിച്ചതായ യോസെഫും ശ്രേഷ്ഠനായി മാറി. 10 സഹോദരന്മാരും അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ അനുജൻ എന്താണ് ചെയ്യുന്നത്? അതുതന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ സഹോദരൻ അങ്ങനെ ചെയ്തില്ല. ജ്യേഷ്ഠന്മാർ മോശം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നേരെ ചെന്ന് പിതാവിനോട് പറയുകയുണ്ടായി, പിതാവേ, അങ്ങയുടെ മക്കൾ ദോഷകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാനിടയായി. ചെറുപ്പത്തിൽ യോസെഫ് ഒരു ദർശനം കാണുവാനിടയായി. ഏത് ദർശനമാണ്? ഇവിടെ സ്വപ്നം കാണുന്ന ആളുകളുണ്ടെങ്കിൽ കരമുയർത്താമോ? ഏത് സ്വപ്നമാണ് കാണുന്നത്? ഒരാൾ പറഞ്ഞു പണം കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടെന്ന്. സ്വപ്നം കണ്ടിട്ട് കട്ടിലിൽ ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്നിട്ട് പണം എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ ഉറക്കത്തിൽ ബിരിയാണി കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഏമ്പക്കം വിട്ടിട്ട് കട്ടിൽ എഴുന്നേക്കാനിടയായി. നീ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ സമയം ആലോചിക്കുന്നത്, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നീ സ്വപ്നം കാണുവാനും ഇടയാകും. പലരും വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ഭൂതത്തെ സ്വപ്നം കണ്ടു, ഞാൻ രാത്രി ഭയപ്പെട്ടു പോയി, പ്രേതത്തെ സ്വപ്നം കണ്ടു എന്നൊക്കെ സ്വപ്നം കണ്ടവർ പറയാറുണ്ട്. എന്നാൽ എനിക്ക് കർത്താവിൻ്റെ ദർശനം ലഭിച്ചു. കർത്താവിൻ്റെ പാദത്തിൻ്റെ ദർശനം കാണുവാനിടയായി, അല്ലെങ്കിൽ അവൻ്റെ ശബ്ദം കേൾക്കാനിടയായി എന്ന് പറയുന്നതായ ദർശനങ്ങൾ ഇന്ന് കുറഞ്ഞു പോയിരിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനവും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിൽ ദൈവിക സ്വപ്നങ്ങൾ കടന്നു വരുന്നില്ല. എന്നാൽ യോസെഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നതുകൊണ്ട് വരുന്ന കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും എല്ലാം ദൈവം യോസെഫിനെ കാണിക്കുവാൻ ഇടയായി. ഒരു ദിവസം യാക്കോബ് വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന്മാർക്ക് ആഹാരം കൊണ്ടു കൊടുക്കാൻ. എത്ര ആളുകളാണ്? 10 ആളുകൾക്ക് ആഹാരം കൊണ്ടു കൊടുക്കുക. 10 ബോക്സുകൾ കൊണ്ട്
കൊടുക്കാൻ പറഞ്ഞാൽ പോകുമോ? മൂത്തവർ ഇളവരെ സഹായിക്കുമോ? ഇളയവർ മൂത്തവരെ സഹായിക്കണമോ? പറയുക. ചേട്ടനെ അനുജൻ സഹായിക്കുമോ? അനുജനെ ചേട്ടനാണ് സഹായിക്കേണ്ടത്? ചേട്ടന്മാർക്ക് ഇപ്പോൾ ഒരു വിലയുമില്ല. എന്താണ്? അനുജന്മാർ ഒരു ബഹുമാനവും കൊടുക്കില്ല. കാരണം എന്താണ്? ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ കാലമല്ലേ. പണ്ടൊക്കെ കാലത്ത് അവർ ആ പഠിച്ചു, ഇന്നവർ ABCD ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ ഫാസ്റ്റാണ്, വളരെ അഡ്വാൻസ് ആണ് ഇവർ. എന്നാൽ യോസെഫ് സൗമ്യതയുള്ളവൻ ആയിരുന്നു. പിതാവിൻ്റെ വാക്കിനെ അനുസരിച്ചു. 10 പേരുടെ ആഹാര പൊതിയുമായിട്ട്, ഇപ്പോഴത്തെ പോലെ ചെറിയ ചെറിയ ടിഫിൻ ബോക്സുകളൊന്നുമല്ല, വലിയ വലിയ കെട്ടുകളുമായിട്ട് പോകണമായിരുന്നു. സഹോദരന്മാർക്ക് ആഹാരവുമായിട്ട് വെളിയിലേക്ക് പോകുന്നതുകൊണ്ട് ആ നിലയങ്കി എടുത്ത് ധരിച്ചുകൊണ്ട് ആ സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെന്നതായ സമയത്ത് ദൂരത്ത് നിന്ന് സഹോദരന്മാർ ഇവനെ കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? എടാ, വരുന്നുണ്ട്, നമ്മുടെ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നിലയങ്കിയൊക്കെ ധരിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആഹാരവുമായി വന്ന അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അവൻ്റെ വസ്ത്രം അഴിച്ചുമാറ്റി എന്താണ് ചെയ്തത്? അവിടെയുള്ളതായ ഒരു വലിയ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ, ചേട്ടാ ചേട്ടാ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് അവൻ എന്താണ് യാചിച്ചതായ സമയത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവനെ ഉപദ്രവിക്കാനിടയായി, അവനെ തല്ലുവാനിടയായി. ബൈബിളിൽ നാം നോക്കുമ്പോൾ അവൻ ഒരുപാട് അവരോട് യാചിച്ചു എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ യോസെഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും പറയുക? അപ്പാ എന്ന് വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല, അമ്മയെന്ന് വിളിച്ചാൽ കേൾക്കുവാൻ ആരുമില്ല, ജ്യേഷ്ഠ എന്ന് വിളിച്ചാൽ കാക്കേണ്ടതായ ജ്യേഷ്ഠന്മാർ തന്നെ ഈ കൊച്ചനുജനെ ഉപദ്രവിക്കുന്നതായ ഹിംസിക്കുന്ന സമയം അവനെ ഉപദ്രവിച്ച് കൈകാലുകൾ ബന്ധിച്ച് അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടുകളഞ്ഞതായ സമയത്ത് എൻ്റെ ദൈവത്തിനു വേണ്ടി നീതിയോടെ ജീവിച്ചതുകൊണ്ട് എനിക്ക് എന്താണ് ലഭിച്ചത്? ഞാൻ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ചു, അവൻ്റെ ദർശനത്തെ പ്രാപിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് ഈ അവസ്ഥ എനിക്ക് നൽകി എന്നുള്ളതായ ആലോചനകൾ അവൻ്റെ മനസ്സിൽ വരുവാൻ ഇടയായില്ല. നാം ആണെങ്കിൽ ചിന്തിച്ചേനെ. അവൻ ദൈവത്തോട് നിലവിളിക്കുവാനിടയായി. അപ്പോൾ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, എന്തിനാണ് പൊട്ടക്കെട്ടിലിട്ടുകൊണ്ട് നമുക്കെന്താണ് കിട്ടുന്നത്? ഇവനെ വിറ്റുകളഞ്ഞാൽ പണം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. 20 വെള്ളിക്കാശിന് മിസ്രൈമിൽ നിന്ന് വന്നതായ വ്യാപാരികൾക്ക് യോസെഫിനെ വിറ്റുകളയാനിടയായി. ആ അങ്കിയെടുത്തിട്ട് അതിലൊരു ജന്തുവിൻ്റെ രക്തം പുരട്ടി പിതാവിൻ്റെ അടുക്കൽ കൊണ്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞിതാ, അനുജനെ ഏതോ ജന്തു കടിച്ചു കൊന്നു. അപ്പോൾ ആ പിതാവ് ഹൃദയം തകർന്ന് നിലവിളിച്ചതായ സമയത്ത് അവിടെ നിന്നുകൊണ്ട്, ആ മകൻ യഥാർത്ഥമായി മരിച്ചുപോയോ? ഇല്ലില്ല. പിതാവ് കരയുന്ന സമയത്ത് ഇല്ല, അവന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൂടെ? എത്ര ക്രൂരന്മാരായിരിക്കുന്ന മനുഷ്യരാണ് നോക്കുക. യോസെഫ് അവിടെ ദൈവത്തോട് നിലവിളിച്ചു. അവനവിടെ ചെന്നപ്പോൾ അവനെ കൊണ്ട് ആളുകൾ പണി ചെയ്യിപ്പിച്ചു. അവൻ അടിമയായിരിക്കുന്നതുകൊണ്ട് 24 മണിക്കൂറും കഷ്ടപ്പെട്ട് പണി ചെയ്യണം. അങ്ങനെ പണി ചെയ്യുന്നതായ സമയത്ത് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഉണ്ടായത്. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, എങ്കിലും നീ എന്നെ തള്ളിക്കളഞ്ഞില്ല എന്ന് പറഞ്ഞ കർത്താവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് യോസെഫ് മിസ്രൈമിൽ ആരായിട്ട് മാറി? പ്രധാനമന്ത്രിയായിട്ട് മാറി. എന്താണ്? ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ തന്നെ നമ്മളെ വഞ്ചിക്കും, നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മളെ വഞ്ചിക്കും, നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ തള്ളിക്കളയാറുണ്ട്, നമ്മുടെ സ്വന്തക്കാർ നമ്മെ തള്ളിക്കളയാറുണ്ട്, കല്യാണം കഴിച്ച ഭാര്യ പോലും നമ്മെ തള്ളിക്കളയാറുണ്ട്, സ്വന്തം ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോകാറുണ്ട്. ആരോട് ഈ സങ്കടമെല്ലാം ചെന്ന് പറയണം എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ്, നിങ്ങൾ മറ്റാരോട് പറഞ്ഞാലും നിങ്ങളുടെ സങ്കടം വർദ്ധിക്കുകയല്ലാതെ, നിങ്ങൾ മറ്റാരോട് പറഞ്ഞാലും നിങ്ങളുടെ വിഷമം കൂടുതൽ അത് വഷളായി മാറുകയല്ലാതെ, ഗുരുതരമായി മാറുകയല്ലാതെ അതിന് കുറവുണ്ടാവുകയില്ല. എന്നാൽ നിന്റെ കർത്താവിനോട് നീ പറഞ്ഞാൽ അവൻ കേൾക്കും. എന്താണ് പറയുന്നത്? ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ദുർഗമായി തീരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? നീ എളിയവർ എന്ന് പറയുമ്പോൾ പണമില്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കരുത്, പണമില്ലാത്തവരാണെന്നാണ് നാം വിചാരിക്കാറുള്ളത്. എന്നാൽ ശ്രദ്ധിക്കുക, എളിയവരെന്ന് പറഞ്ഞാൽ വചനത്തിൽ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൻ്റെ വിഷയത്തിൽ ദാരിദ്ര്യമുള്ളവർ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ, എളിയവരോട് സുവിശേഷം അറിയിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. എളിയവരെന്ന് പറയുമ്പോൾ ആശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, ഗതിയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നവർ, ദുഃഖത്തോടുകൂടിയായിരിക്കുന്നവർ, രോഗഭാരത്തോടുകൂടിയായിരിക്കുന്ന ആളുകൾ, നിരാശയിലായിരിക്കുന്നതായ ആളുകൾ, പ്രത്യാശ നഷ്ടപ്പെട്ടതായ ആളുകൾ, അവരെക്കുറിച്ചാണ് കർത്താവ് പറയുവാനിടയായത്. നാം സാധാരണ പറയാറുണ്ട്, ഒരു സഹായവുമില്ലാത്ത ആളുകൾക്ക് സഹായം ദൈവം മാത്രമാണ്
ഇങ്ങനെ നാം പറയുമെങ്കിലും ഗതിയില്ലാത്ത അവസ്ഥയിൽ നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയില്ല. എന്നാൽ യോസേഫ് കർത്താവിൽ ആശ്രയിക്കുവാനിടയായി. നിങ്ങളെപ്പോഴും ഓർത്തിരിക്കണം, ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെ വിട്ടുപോകുന്ന ഒരു സന്ദർഭം വന്നേക്കാം. ഈ ലോകത്തിലുള്ളതായ സകല വ്യക്തികളും നമ്മെ അനാഥരെ പോലെ തള്ളിക്കളയുന്ന അവസ്ഥ വന്നേക്കാം. നാം ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം മാതാവ് നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും. നിനക്ക് സുരക്ഷിതമായിരിക്കുന്ന നിന്റെ പിതാവ് നിന്നെ വിട്ടുപിരിയുന്ന അവസ്ഥ ഉണ്ടാകും. നിനക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന നിന്റെ ഭാര്യ മരിക്കുന്ന ദിവസം വന്നേക്കാം. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നിന്നെ വിട്ടു പോയേക്കാം. എന്നാൽ നീ വിശ്വസിക്കുന്ന കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. പിതാവില്ലാത്തവർക്കവൻ പിതാവായിരിക്കുന്നു, ഗതിയില്ലാത്തവർക്കവൻ ആശ്രയമായിരിക്കുന്നു, ആശ്വാസം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായിരിക്കുന്നു, എളിയവർക്ക് ശരണമായിരിക്കുന്നു. ശരണമെന്ന് പറയുമ്പോൾ നീയാണെൻ്റെ ആശ്രയം, നീയാണെൻ്റെ സഹായം, നീയല്ലാതെ ആരും എനിക്ക് ആശ്രയമില്ല എന്നാണ്. ഏതു സാഹചര്യമാണെങ്കിലും ഏതു സന്ദർഭമാണെങ്കിലും യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ശീലിക്കുക. അനേകരും അങ്ങനെയുള്ള അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മരിക്കുവാൻ വേണ്ടി ചിന്തിക്കാറുണ്ട്, ആത്മഹത്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കാറുണ്ട്. എനിക്കിനി ജീവിതം വേണ്ട, ഞാൻ വെറുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നദിയിൽ ചാടിച്ചാകുവാനോ, ട്രെയിന് തലവയ്ക്കുവാനോ, തൂങ്ങി മരിക്കുവാനോ, അതുപോലെ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാനോ, ആ ഗുളികയും ഈ ഗുളികയും ഒക്കെ കഴിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുവാനോ അവർ പരിശ്രമിക്കാറുണ്ട്. ഇത് വളരെ അവിവേകമാണ്. ഈ ലോകത്തിലെ ബുദ്ധിമുട്ടും കഷ്ടവും സഹിക്കാൻ കഴിയാതെ നീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നീ മരിച്ചതിന് ശേഷം കെടാത്ത തീയും ഉള്ളതായ ആ അഗ്നിനരകത്തിൽ നീ നിത്യമായിട്ട് കിടക്കേണ്ടി വരും. അത് മറന്നു പോകരുത്. കൊല ചെയ്യരുത് എന്ന് കർത്താവ് പറഞ്ഞു. നീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നീ എങ്ങനെ മറ്റുള്ളവരെ കൊല്ലുന്നു അതുപോലെ തന്നെ ഉള്ളതായ കുറ്റമാണത്. ആത്മഹത്യ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ രാജ്യം അവകാശമാക്കുകയില്ല. നിനക്ക് എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും, നിനക്ക് ഒരു ആശ്രയമില്ല എന്ന് നീ പറയുന്നുവെങ്കിലും, എപ്പോഴും നിനക്ക് വേണ്ടി കർത്താവ് കരം നീട്ടി നിൽക്കുന്നവനാണ്. ഒരുപക്ഷെ പിശാചിന് നിന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ കൊണ്ടുവരാൻ കഴിയും. നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത കുഴിയിലാക്കാം. എന്നാൽ നിന്റെ മുകളിലത്തെ ഭാഗം എപ്പോഴും തുറന്നാണ് കിടക്കുന്നത്. ചുറ്റുപാടും നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും. എന്നാൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാനുള്ള വാതിലെപ്പോഴും തുറന്നു കിടക്കുന്നു. ദാവീദ് ഒരു ദിവസം തന്നോടൊപ്പമുള്ള ആളുകളുമായിട്ട് പോയിട്ട് തിരികെ വന്ന സമയത്ത് തൻ്റെ കൂടാരമെല്ലാം തകർക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടു. തൻ്റെ ഭാര്യമാരും മക്കളുമെല്ലാം ശത്രുവിൻ്റെ കയ്യാൽ കവർച്ച ചെയ്യപ്പെട്ട് പോയതായിട്ട് കാണുവാനിടയായി. വചനം പറയുന്നു, അവരെല്ലാവരും കരയുവാൻ ശക്തി ഇല്ലാതാകുവോളം കരയുവാനിടയായി. ഭാര്യമാരില്ല, മക്കളെ കാണുവാനില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്നിട്ട് ദാവീദ് കാരണമാണ് ഈ സംഭവം ഉണ്ടായത്, ദാവീദ് കാരണമാണിത് വന്നതെന്ന് പറഞ്ഞിട്ട് ദാവീദിന്റെ ഭാര്യയും പോയിരിക്കുന്നു, ദാവീദിന്റെ മക്കളും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് ദാവീദിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ദാവീദ് എന്താണ് ചെയ്യേണ്ടത്? അവൻ എന്താണ് ചെയ്തത്? ദാവീദ് തൻ്റെ യഹോവയായ ദൈവത്തെ ഓർത്ത് ധൈര്യപ്പെടുവാനിടയായി. ദൈവമേ, ഈ സമയത്ത് നീ എന്നെ സഹായിക്കണമേ, ആ ശത്രുവിനെ ഞാൻ പിന്തുടരണമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ പിന്തുടരുക. അങ്ങനെ പിന്തുടർന്നപ്പോൾ തനിക്ക് നഷ്ടമായതെല്ലാം തിരികെ ലഭിക്കുവാൻ ഇടയായി. ഒന്നും തന്നെ ഇല്ലാതെ സകലതും നേടിയെടുക്കുവാനിടയായി. ശത്രുവിൻ്റെ സമ്പാദ്യവും അവന് ലഭിക്കുവാനും ഇടയായി. നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ നിനക്ക് നഷ്ടമായതെല്ലാം തിരികെ ലഭിക്കാനിടയാകും. 9-ാം വാക്യം, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെയത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെയത്രേ നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്നു അവർ പറയും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറയാനിടയായി. നമ്മുടെ അവസ്ഥകളെ നാം അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, നമ്മുടെ സാഹചര്യത്തെ അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ നാം സമർപ്പിക്കുമ്പോൾ, അവനെ നാം കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിക്കുവാൻ ഇടയാകും. നമ്മുടെ കണ്ണുനീർ എല്ലാം അവൻ തുടച്ചു മാറ്റാൻ ഇടയാകും. നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ അവൻ തോൽപ്പിച്ചു കളയുകയും നമുക്ക് മുൻപോട്ട് ജയത്തോടുകൂടി പോകുവാൻ തക്കവണ്ണം നമുക്ക് സഹായം നൽകുകയും ചെയ്യും. യേശുക്രിസ്തു സത്യദൈവമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനാകുന്ന ദൈവമാണ്. ആ കാലത്ത് യോസേഫിനെ സഹായിച്ചതായ ദൈവം
ആ കാലത്ത് ദാവീദിനെ സഹായിച്ചതായ ദൈവം, ആ കാലത്ത് പാപിനിയായ സ്ത്രീയെ സഹായിച്ചതായ ദൈവം ഇന്ന് എന്നെയും നിന്നെയും സഹായിക്കുവാനും മതിയാകുന്ന ദൈവമാകുന്നു. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളാം എന്ന് പറഞ്ഞതായ കർത്താവ്, എന്നെ നീ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ മറഞ്ഞു കിടക്കുന്നതായ കാര്യങ്ങൾ, മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ ഞാൻ നിന്നോട് അരുളി ചെയ്യാമെന്നാണ് പറയുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുകൊണ്ട് എന്ന് നാം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവൻ പറയുന്നു, രഹസ്യങ്ങളെ ഞാൻ നിനക്ക്, മർമ്മങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ വിറ്റുകളഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടത അനുഭവിച്ചത്, ഇത്രമാത്രം നിന്ദിക്കപ്പെട്ടത് എന്ന് യോസേഫ് ചോദിക്കാനിടയായോ? ഇല്ല, കാരണം യോസേഫിന്റെ രഹസ്യം പിടികിട്ടിയിരുന്നു. യോസേഫ് എന്താണ് സഹോദരന്മാരോട് പറഞ്ഞത്? എന്നെ നിങ്ങൾ ഉപദ്രവിച്ചു എന്നത് ഓർത്തുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ആദ്യം തന്നെ എന്നെ ഇവിടേക്ക് അയച്ചത്. ക്ഷാമത്തിലായിരിക്കുന്ന അനേകം ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എവിടെയോ ആയിരുന്നതായി എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എന്നെ പ്രധാനമന്ത്രിയാക്കി മാറ്റിയത്, രാജ്യത്തിലെ പ്രധാനിയാക്കി മാറ്റിയത്. രാജാവ് എന്താണ് പറഞ്ഞത്? പേരിന് മാത്രമാണ് ഞാൻ രാജാവായിരിക്കുന്നത്, എന്നാൽ നീ അറിയാതെ ഈ രാജ്യത്തിൽ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഓൾ പവറും ആർക്കാണ് കൊടുത്തത്? യോസേഫിന് കൊടുക്കാനിടയായി. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് എതിരായിട്ട് ആരുണ്ട്? നിന്റെ നിന്ന നിന്റെ സന്തോഷമാക്കുവാൻ, നിന്റെ ദുഃഖം നിന്റെ ആനന്ദമാക്കി മാറ്റുവാൻ, നിനക്ക് ദോഷം നിനക്ക് നന്മയായി മാറ്റുവാൻ, നിന്നിലെ പ്രശ്നങ്ങൾ നിന്റെ പരിഹാരമാക്കി മാറ്റുവാൻ കർത്താവ് കഴിവുള്ളവനാണ്. അവനിൽ നാം ആശ്രയിക്കുന്ന സമയത്ത് അവൻ നമ്മെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഒരു ബോറിംഗ് ജീവിതമല്ല. എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു. സുഖമായിരിക്കുന്നു? ഇങ്ങനെയൊക്കെ പോകുന്നു. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. മക്കളൊക്കെയുണ്ട്? മക്കളൊക്കെയുണ്ട്. ഫീസ് കൊടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ചിലർ മക്കളില്ലേ എന്ന് പറഞ്ഞ് കരയുന്നു, ചിലർ മക്കൾക്ക് ഫീസ് കൊടുക്കാനായിട്ട് കരയുന്നു. എന്താണ്, തലമുടിയൊക്കെ നരച്ചല്ലോ, കാലം കഴിയാറായി. ഇനി എന്താണ്? എൻ്റെ കാലമൊക്കെ കഴിയാറായി, പ്രായമൊക്കെ ആയില്ലേ, കഥയൊക്കെ കഴിയാറായി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല കേട്ടോ ക്രിസ്തീയ ജീവിതം, അതല്ല. ദിവസം തോറും നീ അനുഗ്രഹം പ്രാപിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അനുഗ്രഹം ഈ വർഷം പ്രാപിക്കും. മുൻവർഷത്തേക്കാൾ കൂടുതൽ സമൃദ്ധി അനുഭവിക്കും, കൂടുതൽ സന്തോഷം അനുഭവിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ സൂര്യന്റെ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയും നിന്റെ അനുഗ്രഹം നിന്നിൽ നിറഞ്ഞു തന്നെ നിൽക്കും. ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടം സാധാരണ ഉള്ളതാണ്. മത്സരത്തിൽ ഓടുന്നതായ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ് അവരുടെ ശരീരത്തിൽ അവർക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ കിതപ്പുണ്ടാകാനിടയുണ്ട്, വളരെ ക്ഷീണമൊക്കെ തോന്നും. എന്നാൽ അവരുടെ ഹൃദയത്തിൽ എന്താണെന്നറിയാമോ? ഒരു ഉത്സാഹം, ഒരു ഉന്മേഷം, ഒരു ത്രില്ലിംഗ്. അവർക്കെതിരെ ഹഡിൽസ് ഒക്കെ കെട്ടിയിരിക്കുന്നത് കാണാം. അതങ്ങനെ കാണുന്നതായ സമയത്ത് ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമോ? ചോദിച്ചാൽ തോറ്റുപോകും, അവിടുന്ന് ചാടിപ്പോകും, വീണ്ടും അടുത്തത് കാണാനിടയാകും. ഇതെന്താണ് ഇവിടെ കൊണ്ട് വീണ്ടും വെച്ചേക്കെന്ന് ചോദിക്കുമോ? ഇല്ല, അത് ജമ്പ് ചെയ്തു പോകും, അടുത്തത് വരും, ജമ്പ് ചെയ്തു പോകും. അങ്ങനെ ഒന്നാം സ്ഥാനം നേടിയെടുക്കാനിടയാകും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന്റെ ഓട്ടക്കളത്തില് പിശാച് ഓരോ തന്ത്രങ്ങൾ, ഓരോ കുതന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മെ വീഴിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിന്ദകൾ ഉണ്ടാകാനിടയുണ്ട്, അപമാനങ്ങൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എന്നാൽ എന്റെ ലക്ഷ്യം എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ മുൻപിലുള്ളതായ ഓട്ടം ലാക്കിലേക്ക് ഓടുകയാണ്. അപ്പോൾ ജയം നേടും. ഓടുന്നവൻ അടുത്തുള്ള വ്യക്തിയെ നോക്കി നിന്നാൽ അവൻ പരാജയപ്പെടും. അയ്യോ, അവനെങ്കിൽ വന്നോ എന്ന് നോക്കുമോ? നോക്കത്തില്ല. അവനെങ്ങോട്ടാണ് നോക്കുക? നേരെ ഓടിപ്പോകും, നേരെ ലക്ഷ്യത്തിലേക്ക് നോക്കും. അടുത്തുനിന്ന് ആരെങ്കിലും ഏയ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ തിരിഞ്ഞു നിന്ന് അവനോട് സംസാരിക്കുമോ? സംസാരിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. നാം ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ നമ്മെ വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് നാം അവരുമായി വഴക്കുണ്ടാക്കുന്നത്? നമ്മെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകാം, നമ്മെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. നമ്മൾ അവരെ നോക്കിയാൽ പരാജയപ്പെട്ടു പോകും. നാം ആരെയാണ് നോക്കേണ്ടത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എത്രയോ വലിയ പോരാട്ടമാണ് സഹിച്ചത്. രക്തമൊഴുക്കി ജയിച്ചതുപോലെ നാമും ആ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ഏതു സാഹചര്യത്തിലും വിശ്വസ്തയോടെ ഓടണം. ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ സഹായിക്കുവാനിടയാകും, അവൻ എന്നെ ബലപ്പെടുത്തുവാനിടയാകും, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി നാം മുമ്പിലുള്ളതായ പന്തയത്തിലേക്ക് ഓടുമ്പോൾ ഈ ലോകത്തില് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിച്ചു പോകുവാൻ കഴിയും. അവനിൽ ആശ്രയിക്കുന്ന ആളുകൾ, അവനിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവനാണ് എൻ്റെ ശരണമെന്ന് പറയുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല, വീണുപോകില്ല, അനാഥരായിട്ട് അവശേഷിക്കില്ല. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
നീ ചോദിച്ചത് ലഭിച്ചില്ലെന്നും നീ ആഗ്രഹിച്ചത് നടന്നില്ല എന്നും നീ വിശ്വസിച്ച ആളുകൾ നിന്നെ വഞ്ചിച്ചുവെന്നും നീ സ്നേഹിച്ച ആളുകൾ നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്നും നിന്റെ വീട്ടുകാർ തന്നെ സ്വന്തക്കാർ തന്നെ നിനക്കെതിരായി പ്രവർത്തിച്ചു എന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുകയാണോ? കണ്ണുകൾ അടച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇത് ശ്രേഷ്ഠമായ സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന സമയമാണ്. നിങ്ങളുടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, നിന്റെ മക്കളെ നോക്കണമേ. എത്രയോ തവണ മനുഷ്യരെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ചുറ്റുപാടുകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ലോകത്തിൽ ആശ്രയം വെച്ചിട്ട് ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ ആയിപ്പോയിട്ടുണ്ട്. നീയാണ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ ആശ്രയവും. ഞങ്ങളുടെ കർത്താവ് നീ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കാൻ സഹായിക്കണമേ. കഷ്ടതയിൽ നീ ഞങ്ങളെ കൈവിടാത്ത കർത്താവാണ്. വേദനയിലും ദുഃഖത്തിലും ഞങ്ങളുടെ ജീവിതത്തിലെ അപമാനങ്ങളിലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത കൈവിടാത്ത ദൈവമേ, നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും നിരാശപ്പെട്ടു പോകാതെ എൻ്റെ യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. എന്നെ അവൻ വിടുവിക്കും, എന്നെ സഹായിക്കും, എൻ്റെ കണ്ണുനീരവൻ തുടയ്ക്കും, എൻ്റെ ദുഃഖത്തെ അവൻ ആനന്ദമാക്കിയിട്ട് മാറ്റും, എൻ്റെ ദുഃഖത്തെയും നിരാശയെയും മാറ്റും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വേദനകൾ നിനക്കറിയാം. ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്കറിയാം. ഏതു കുടുംബത്തിൽ ഏതു തരത്തിലുള്ളതായ കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, നഷ്ടങ്ങളാണ്, അതുപോലെ ഏതു തരത്തിലുള്ളതായ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഏതു തരത്തിലുള്ള ജോലിയിലുള്ള ബുദ്ധിമുട്ടാണ് എന്നെല്ലാം നീ അറിയുന്ന കർത്താവാണ്. കർത്താവ്, ഏതു ഭാരത്തോടു കൂടിയാണ്, നിരാശയോടു കൂടിയാണ് നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഹൃദയത്തിൽ നിറവനുഭവിച്ചു പോകുവാൻ നീ സഹായിക്കണമേ. സകലവിധ ബലഹീനതകളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ് കർത്താവേ. സകല രോഗഭാരങ്ങളെയും അന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്താൽ ശുദ്ധീകരിക്കുകയാണപ്പാ. മാനസിക വ്യതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. ലോകത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും നിന്നിൽ സന്തോഷിക്കുന്നതിന് വേണ്ടി നിന്റെ കൃപയിൽ ആശ്രയിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് കടന്നുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.